ഹായ്, നമുക്കിന്ന് മുട്ട കേക്ക് ഉണ്ടാക്കിയാലോ. അതിന് 4 മുട്ട, 4 ബ്രെഡ്, 1 കപ്പ് പാല്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്. ബ്രെഡ് ഇങ്ങനെ പാലിൽ ഒന്ന് മുക്കി വെക്കുക. നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. അതിന് 4 ബ്രെഡ് പാലിൽ ഇങ്ങനെ നല്ലപോലെ മുങ്ങുന്ന രീതിയിൽ, അത് മതിയാകുന്നില്ലെങ്കിൽ കുറച്ചുകൂടി പാല് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മുങ്ങി കിടക്കട്ടെ. അത് കുറച്ച് സമയം അങ്ങനെ തന്നെ നിൽക്കാം. ആ സമയം എന്ന് വെച്ചാൽ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് അതൊന്ന് സെറ്റ് ആയിക്കോളും. അതിനെ ഒന്ന് മാറ്റി വെക്കാം. എന്നതിന് ശേഷം നമുക്ക് മുട്ടയൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് നല്ലപോലെ മുട്ടയെ അടിച്ചെടുക്കാം. പക്ഷേ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഇല്ലേ, അത് കുറവായിരിക്കും നമ്മുടെ മുട്ട കേക്കിനെന്നേ ഉള്ളൂ. ഇതുണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ. എന്നതിന് ശേഷം ഇതിൻ്റെ അകത്ത് നല്ലപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. അതിൻ്റെ ഒരു ടെക്സ്ചർ മാറുന്നവരെ നല്ലപോലെ ഒന്ന് കണ്ടില്ലേ, ഈ ഒരു രീതിയിലേക്ക് വരിക. എന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഷുഗർ, അതായത് പൗഡർ ആയിട്ടുള്ള ഷുഗറാണ് ഇതിൽ പെട്ടെന്ന് അലിയും. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പഞ്ചസാരേനെ മിക്സിയിലിട്ടൊന്ന് അരച്ച് എന്നിട്ട് പൊടിയാക്കി പൗഡേർഡ് ഷുഗർ ആക്കുക. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ടേക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷുഗർ ഇട്ട് നല്ലപോലെ ഒന്ന് അലിയിക്കുക. എന്നതിന് ശേഷം നല്ലപോലെ അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതിൽ ആ ഒരു കിസ്മിസ് അണ്ടിപ്പരിപ്പ് നമ്മൾ ഡെക്കറേഷൻ ഒന്നും, പിന്നെ നമുക്കൊന്ന് അതിൻ്റെ അകത്തൊന്ന് കടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇടുന്നതിന് പകരം പഴുത്ത പഴം ഇടുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നല്ലപോലെ അടിഞ്ഞു വരുന്നുണ്ട്. കുറച്ചുകൂടി നല്ലപോലെ നിങ്ങൾക്ക് തിരിയണമെങ്കിൽ നല്ലപോലെ കട്ടിയായിട്ട് വരും ഇത്. നമ്മളെ കേക്കിൻ്റെ ആ ഒരു ഇത് തന്നെ, പാറ്റേൺ തന്നെ. അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നതിന് ശേഷം ഈ ഒരു മിക്സും ആ ബ്രെഡും പാലും മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് നമുക്ക് ഒരു കേക്കിൻ്റെ പാത്രത്തിലേക്ക് അത് മാറ്റാം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്കൊന്ന് മാറ്റാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. കണ്ടില്ലേ, ഇത്രയും നല്ല കട്ടിയായിട്ട് അതിങ്ങനെ വരുന്നുണ്ട്. നല്ലപോലെ അടുത്തുനിന്നുള്ള വ്യൂ ആണെങ്കിൽ നല്ലപോലെ കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇതിനെ ഇനി ആ ഒരു 2 മിക്സും കൂടെ ചേർത്തിട്ട് ഇടാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ നമ്മൾ ഓവൻ ഒന്ന് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം ഒരു 4 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഈ കേക്കിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ടാട്ടോ. ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഇടുകയാണ്. അത് പുറത്തെടുത്ത് ഇങ്ങനെ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്താൽ അത്രയും നല്ലതാട്ടോ. ഇപ്പം കൈയൊക്കെ പൊള്ളുന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. പുറത്തൊക്കെ ഇങ്ങനെ വീഴുന്നൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇങ്ങനെയാക്കി ഇടുക. ഒക്കെ ഒരു തട്ടിക്കൂട്ട് വിദ്യകളാണ്. ഓവൻ ഇല്ലാത്തവർക്ക് സ്റ്റൗവിലും വെക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. സ്റ്റൗവിലൊരു 20 മിനിറ്റ് നല്ലപോലെ അടച്ച് വെക്കാൻ പറ്റുന്ന പാത്രം ഉണ്ട്, അങ്ങനെ നല്ലത്. ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട്, അത് ഞാനെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്ത് ഒരു 4 മിനിറ്റോളം പിന്നെ ഇതാ. അപ്പം ഇവിടെ ഒരാൾ ബാക്കിയുള്ളൊരു ബ്രെഡ് എടുത്ത് വിഴുങ്ങി. എനിക്ക് തരണമെന്നൊരു സംശയത്തിൽ മൂപ്പര് തന്നിട്ടുണ്ടേ. കാണാനേ ഇല്ല. താങ്ക് യു. ഇനിയും വേണമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് തന്നിട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലുത് എനിക്ക് കിട്ടും എന്നുള്ളത്. സോ സ്വീറ്റ്. ഓക്കെ, ക്ഷമ കിടന്നുണ്ട്. ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊന്തി നിൽക്കുന്നുണ്ട്, സുനാമി വന്ന പോലെ. എന്നാലും മക്കളെ വെന്തിട്ടുണ്ട്. അതായത് നല്ല പോലെ പ്രശ്നമൊന്നുമില്ല. എരിഞ്ഞു പോകുമെന്നായിരുന്നു ഞങ്ങളെ പേടി. അപ്പം അതൊക്കെ ഇതങ്ങെടുക്കുക. ചൂടുള്ളതുകൊണ്ട് നല്ലപോലെ സൂക്ഷിച്ചെടുക്കുക. ഓക്കെ, എന്നതിന് ശേഷം ഒന്നുകൂടി നോക്കാം നമുക്ക് ഇത് എങ്ങനെയുണ്ട് എന്ന്. അതിനെ ഒന്ന് വിടിയിപ്പിച്ച് വെക്കണമല്ലോ. അതിൻ്റെ ഈ ബാറ്ററിൻ്റെ ഇത് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടി ആദ്യം ഒന്ന് നെയ്യിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് മറച്ചിടുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് കിട്ടിയത്. ഇതൊന്ന് വേറെ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് ഇതിൻ്റെ നേരെ പുറകിലത്തെ ഭാഗം മുന്നിലേക്കാക്കിയാൽ നമുക്ക് കണ്ടോ ബ്യൂട്ടിഫുൾ മുട്ടക്കേക്ക്.